ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഭോപ്പാലിലേക്ക് പോകുന്ന കേരള ടീമിന് വിമാന ടിക്കറ്റ് ഉറപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ട്രെയിൻ ടിക്കറ്റ് ഇല്ലാത്തതിനാൽ കായിക താരങ്ങളുടെ യാത്ര മുടങ്ങിയത് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. മണിക്കൂറുകളോളം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വത്തെ തുടർന്ന് ആ താരങ്ങൾ കാത്തു നിൽക്കുന്നത്, അവരുടെ പ്രതിസന്ധി, അവരുടെ രക്ഷിതാക്കളുടെ പരാതി, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വാർത്താപ്പകലിൽ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് 24 ഒരു വാർത്തയായത് നൽകുന്നത്. അതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാവുകയായിരുന്നു. 24 ബിഗ് ഇമ്പാക്റ്റ്. ഞങ്ങള് രാവിലെ തൊട്ട് വന്നിരിക്കുക. ഇവരൊക്കെ ട്രിവാൻഡ്രത്തുനിന്ന് അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നിരിക്കുക, ഉച്ചക്കത്തെ ട്രെയിനിൽ പോകാൻ. എന്നിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞങ്ങള് എത്തണം, ഞങ്ങൾക്ക് 16-ാം തീയതി എത്തണം എന്ന് വെച്ചാൽ അവിടെ കാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് എന്നാലേ അവിടെ എൻട്രി കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെന്നാണ്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് കൺഫേം ആയിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെയാണ് കുട്ടിത്താരങ്ങൾ ബാഡ്മിന്റൺ മത്സരത്തിനായി ഭോപ്പാലിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കടുംവെട്ട്. താരങ്ങൾക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഉറപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് പരാജയപ്പെട്ടു. യാത്ര പ്രതിസന്ധിയിൽ. ഞങ്ങളിപ്പം തൽക്കാലം വീട്ടിലേക്ക് പോവുകയാണ്. അവർ മെസ്സേജോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ മോളെ ഞാൻ വിടുന്നതായിരിക്കും. 24 വാർത്ത പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. വിമാന ടിക്കറ്റ് എടുക്കാൻ മന്ത്രി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കിന് നിർദ്ദേശം നൽകി. ഈ മാസം 17-ന് ഭോപ്പാലിൽ നടക്കുന്ന മത്സരത്തിൽ 20 കായിക താരങ്ങളാണ് പങ്കെടുക്കുക. നാളെ 15 പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 8 പേർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഭോപ്പാലിലേക്ക് തിരിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. 24 ബിഗ് ഇമ്പാക്റ്റ്. ദേശീയ സ്കൂൾ ഗെയിംസിന് ഭോപ്പാലിലെത്താനാകാതെ കേരളത്തിന്റെ സ്കൂൾ ബാഡ്മിന്റൺ സംഘം വാർത്തയറിയിച്ച് 24. കേരളത്തെ പ്രതികരിച്ചുള്ള ബാഡ്മിന്റൺ ടീമിനാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ. അവർ ഇപ്പോഴും സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തുടരുകയാണ്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെന്നാണ്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് കൺഫേം ആയിട്ടില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടൽ. കേരള താരങ്ങൾ വിമാനമാർഗം ഭോപ്പാലിലേക്ക്. 24 ആദ്യം ആധികാരികം. YS അഭിനന്ദ് ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. അഭിനന്ദ്, നമ്മളാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് പിന്നീട് അത് വരുന്നു. ഇങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ പേരിൽ ആ യാത്ര മുടങ്ങിയിരുന്നെങ്കിൽ അത് കായിക കേരളത്തിന്, അതുപോലെ ഈ വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ വലിയൊരു നാണക്കേടായി മാറുന്ന നിലയുണ്ടാവുമായിരുന്നു. എന്തായാലും ഇടപെടൽ പിന്നീട് ഉണ്ടായി. അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യവും പിന്നീട് ഒരുങ്ങി വന്നു. എന്താണ് ഇന്നത്തെ പകലിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത്? രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു അഭിനന്ദ്? റിജിത്ത്, തീർച്ചയായിട്ടും കായിക കേരളത്തിന് അപമാനമാകേണ്ടിയിരുന്ന ഒരു സംഭവം 24 വാർത്തയുടെ ഇടപെടലിലൂടെ അത് കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടൽ അത് ദൂരീകരിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 23 വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നിരുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ശേഷം കേരളത്തെ പ്രതികരിച്ചുകൊണ്ട് ഭോപ്പാലിലേക്കുള്ള നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാനെത്തിയ ബാഡ്മിന്റൺ താരങ്ങൾക്കായിരുന്നു ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധിയും ആ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്നു. 24 അത് കൃത്യമായി തന്നെ പൊതുസമക്ഷം അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി. അത് ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൊഴിൽ വകുപ്പിന്റെ ഒഡേപെക്ക് നിർദ്ദേശം നൽകി. ഈ 23 വിദ്യാർത്ഥികളെ വിമാനത്തിൽ ഭോപ്പാൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചു. 15 വിദ്യാർത്ഥികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 8 വിദ്യാർത്ഥികളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും നാളെയോടുകൂടി അവരെ ഭോപ്പാലിൽ എത്തിക്കും. 17-ാം തീയതിയുള്ള സ്കൂൾ ഗെയിംസിന് പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ സൗകര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയൊരു പ്രതിസന്ധിക്കാണ് 24 വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കായിക കേരളത്തിന് വലിയൊരു അപമാനമായി പോകേണ്ട സംഭവം കൃത്യമായ ഇടപെടലിലൂടെ അത് സാക്ഷാത്കരിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. എന്തായാലും ആ കായിക താരങ്ങളുടെ യാത്ര മുടങ്ങില്ല. വിമാനമാർഗം അവരെ എത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദ് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു.